എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കൊറിയൻ BL ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇത് വാമ്പയർ റിലേറ്റഡ് ഡ്രാമയാണ്. വാമ്പയർ തീമൊക്കെ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഈ ഡ്രാമ കാണണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് റിലീസായിട്ടുള്ളത്. ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവൻ്റെ മൂക്കിൽ നിന്ന് പെട്ടെന്ന് ബ്ലഡ് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവന് തലയിറക്കം പോലെ വരികയും അവൻ തല ഇറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ഡോക്ടറെ കാണുന്നുണ്ട്. കാരണം തല ഇറങ്ങി വീഴുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ പെട്ടെന്ന് അവന് ബോധം വരികയും അവൻ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ അവൻ്റെ മെഡിക്കൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പറയാണ്. ഇവനൊരു ബ്ലീഡിങ് ഡിസീസ് ഉണ്ട്. അത് കാരണം ഇവന് പെട്ടെന്ന് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഇഞ്ചുറി ഹീലാവില്ല. ബ്ലഡ് പോകുന്നത് പെട്ടെന്ന് നിൽക്കില്ല. അത് കാരണം അവൻ്റെ ജീവന് തന്നെ ആപത്തുണ്ടാവും. അതുകൊണ്ട് ഇഞ്ചറീസ് ഒന്നും വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അവൻ ജോലിക്ക് ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഓഫീസിലുള്ള മാനേജർ അവനെ വിളിച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട്. അത് കാരണം അവൻ വളരെ ധൃതിയിൽ ഓഫീസിൽ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. ആ സമയത്തേക്ക് അവിടെ റെഡ് മൂണായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും ഈ സീനിൽ. അപ്പോഴത്തേക്കും അവിടെ ഒരു വാമ്പയർ വരുന്നുണ്ട്. ആ വാമ്പയർ ഇവൻ്റെ ബ്ലഡിൻ്റെ മണം അടിച്ചിട്ട് അവിടെ വരുന്നതാണ്. ഇവൻ്റെ ബ്ലഡിൻ്റെ മണം ആ വാമ്പയറിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് നമ്മളെ കഥയിലെ രണ്ടാമത്തെ ഹീറോ. ഇവർ രണ്ടുപേരാണ് ഈ കഥയിലെ മെയിൻ കപ്പിൾ. അപ്പോൾ ഇവരുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കൂടുതൽ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അങ്ങനെ ഇവൻ ബ്ലീഡിങ് ആയിട്ടൊക്കെ കിടക്കുന്ന സമയത്ത് ഈ വാമ്പയർ ബോയ് ആണെങ്കിൽ അവൻ്റെ കഴുത്തിൽ നിന്നും ബ്ലഡ് കുടിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ വായിൽ കൂടെ പല്ലൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് നമുക്കിവൻ വാമ്പയർ ആണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അങ്ങനെ ഇവൻ്റെ ബ്ലഡിൽ വളരെയധികം ആകർഷ്ടനാവുകയും അവൻ്റെ ബ്ലഡ് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ ബ്ലഡ് കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവന് വല്ലാത്ത അസ്വസ്ഥത വരികയാണ്. ഇവന് പെട്ടെന്ന് എന്തൊക്കെയോ പോലെ വരികയും അവൻ തല ഇറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. സമയത്താണ് ഈ ആക്സിഡൻ്റായി കിടന്ന പയ്യനെ കാണിക്കുന്നത്. അവൻ പെട്ടെന്ന് എണീക്കുകയും അവൻ്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളൊക്കെ തനിയെ ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ കണ്ണ് തുറക്കപ്പോൾ കണ്ണൊക്കെ റെഡ് കളറിലായിരുന്നു ഉണ്ടായത്. ഇവൻ ശരിക്കും ആരാണ് എന്താണെന്നുള്ളതൊന്നും നമുക്കിതിൽ മനസ്സിലാവുന്നില്ല. കാരണം ഇത് ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണ്. ഒരു സസ്പെൻസോട് കൂടിയാണ് ഈ എപ്പിസോഡ് അവർ നിർത്തുന്നത്. ഇവൻ ശരിക്കും ഒരു വാമ്പയർ ആണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എൻ്റെ മുറിവ് എങ്ങനെയാണ് തനിയെ ഉണങ്ങിയതെന്നും അവൻ വാമ്പയറായി മാറിയത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ കണ്ടുപോകണമെങ്കിൽ കൂടുതൽ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.